ഒരു നാട്ടിൽ കേബിൾ TV നെറ്റ്വർക്ക് നടത്തുന്ന ആളാണ് സീനു. അവന്റെ ബിസിനസ് വലുതാക്കാൻ ശ്രമിക്കുന്ന സീനു ബാങ്കിൽ ജോലി ചെയ്യുന്ന ശ്രീവല്ലി എന്ന പെൺകുട്ടി വിവാഹം കഴിക്കുന്നു. സീനുവിന്റെ സുഹൃത്തുക്കളായ രാഘവനും ഭാഷയും തങ്ങളുടെ ഭാര്യമാരെ അടക്കി ഭരിക്കണമെന്ന് ചിന്തിക്കുന്നവരാണ്. അവരെ പോലെ ഒരു ആൽഫ മെയിൽ ആകാനാണ് അവൻ ശ്രീനുവിനെ പ്രേരിപ്പിക്കുന്നത്. വിവാഹത്തിന് ശേഷം കൃത്യം രാത്രി 9 മണിക്ക് ശ്രീവല്ലി ടിവിയിൽ സീരിയൽ കാണാൻ തുടങ്ങുന്നു. ആ സമയത്ത് അവളെ തടയാൻ ശ്രമിച്ചാൽ അവൾ വളരെ ഭയാനകമായി പെരുമാറുകയും അമാനുഷിക കരുത്ത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഇതേ അനുഭവം സീനുവിന്റെ സുഹൃത്തുക്കളായ രാഘവനും ഭാഷയ്ക്കും ഉണ്ടാകുന്നു. രാത്രി 9 മണിക്ക് സീരിയൽ കാണുന്ന സമയത്ത് അവരുടെ ഭാര്യമാരും പ്രേതം ബാധിച്ചതുപോലെ പെരുമാറുന്നു. ടൗണിലെ മിക്ക വീടുകളിലും ഇതേ പ്രശ്നമുണ്ടെന്ന് സീനു തിരിച്ചറിയുന്നു. ഒടുവിൽ മന്ത്രവാദിനിയായ മായയുടെ സഹായത്തോടെ അവർ സത്യം മനസ്സിലാക്കുന്നു. ആ വീട്ടിൽ മരിച്ചുപോയ മുത്തശ്ശിമാരുടെ ആത്മാക്കളാണ് രാത്രി 9 മണിക്ക് സീരിയൽ കാണാനായി മരുമക്കളുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ഈ സീരിയൽ അവസാനിക്കാതെ ഈ ആത്മാക്കൾ വീട് വിടില്ലെന്ന് അവർ മനസ്സിലാക്കുന്നു. സീരിയൽ അവസാനിപ്പിക്കാൻ വേണ്ടി സീനു ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. സീരിയലിലെ നായകനും നായികയും ഒന്നിക്കുന്ന രീതിയിൽ സ്വന്തമായി ഒരു ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത് അത് തന്റെ കേബിൾ ചാനലിലൂടെ മാത്രം സംരക്ഷണം ചെയ്യാൻ അവൻ തീരുമാനിക്കുന്നു. എന്നാൽ പുരുഷാധിപത്യപരമായ രീതിയിൽ തയ്യാറാക്കിയ ആദ്യത്തെ ക്ലൈമാക്സ് മുത്തശ്ശിമാരെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്നു. പിന്നീട് ഭാര്യമാരുടെ സഹായത്തോടെ സ്ത്രീകളെ ബഹുമാനിക്കേണ്ടതിന്റെയും ഭർത്താക്കന്മാർ പരസ്പര തുല്യരായി കാണേണ്ടതിന്റെയും പ്രാധാന്യം കാണിക്കുന്ന ഒരു മികച്ച ക്ലൈമാക്സ് അവർ ഷൂട്ട് ചെയ്യുന്നു. ഇത് കണ്ട ആത്മാക്കൾ സന്തോഷത്തോടെ സ്ത്രീകളുടെ ശരീരം വിട്ടുപോകുന്നു. ഭാര്യമാരെ അടക്കി ഭരിക്കാൻ ശ്രമിച്ച സീനുവും സുഹൃത്തുക്കളും തങ്ങളുടെ തെറ്റ് തിരുത്തി അവരോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ തീരുമാനിക്കുന്നു.